ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ്. 11 മണിയോടെ ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർക്ക് മുൻപാകെ. CK ശശീന്ദ്രൻ ഉൾപ്പെടെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ, CPI-യുടെ നേതാക്കളെല്ലാം ആനി രാജയെ അനുഗമിക്കുന്നുണ്ട്. വലിയ റോഡ് ഷോ ആയാണ് കൽപ്പറ്റയിലെ കളക്ടറേറ്റിലേക്ക് ആനി രാജ എത്തിയത്. രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും. 12 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം നിശ്ചയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയം മുൻപാണ് വയനാട്ടിൽ എത്തിച്ചേർന്നത്. ഇനി പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തുടങ്ങുക. ഏതാണ്ട് 15 മിനിറ്റ് നീളുന്ന റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകും. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ആനി രാജയുടെ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? അല്പസമയത്തിനകം നടക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കളക്ടറേറ്റിലെ വിശ്രമ മുറിയിൽ, അതായത് സന്ദർശക മുറിയിൽ ഇപ്പോൾ ഇരുന്നുകൊണ്ട് അവസാനവട്ട പത്രിക നമ്മുടെ സന്തോഷ് MP-യെ കാണാം. നമുക്ക് LDF-ന്റെ മിക്കവാറും എല്ലാ നേതാക്കളെയും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. CK ശശീന്ദ്രൻ ഉണ്ട്, മുൻ MLA, CPIM നേതാവ്, അതുപോലെ മിക്കവാറും എല്ലാ ഘടകകക്ഷി നേതാക്കളും ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ പത്രികാ സമർപ്പണ ചടങ്ങുകളിലേക്ക് കടക്കും. ഈ പത്രികാ സമർപ്പണത്തിന് ഇപ്പോൾ നിലവിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെറിയ ഒരു സമയം വൈകലുണ്ടായത്. അല്പസമയത്തിനകം തന്നെ പത്രികാ സമർപ്പണം നടക്കും. ഇപ്പോൾ ആനി രാജ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ട് പത്രികയുടെ അവസാനവട്ട മിനുക്കുപണി എടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക്, രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണവും ഇന്ന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ദിവസം തന്നെ രാഹുൽ ഗാന്ധിക്ക് മുൻപായി പത്രിക സമർപ്പിക്കുക. അപ്പോൾ നേർക്കുനേർ രാഹുൽ ഗാന്ധിയുമായുള്ള പോരാട്ടത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവുമില്ല എന്ന രാഷ്ട്രീയ സന്ദേശം കൂടി LDF നൽകുകയാണോ? വേണു, കൃത്യമായി അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പത്തിനൊപ്പം ഇടതുമുന്നണിയുടെ പോരാട്ടം വയനാട്ടിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരേ ദിവസം തന്നെ ഒരുപക്ഷെ 1 മണിക്കൂർ മുൻപ് പത്രികാ സമർപ്പണം. മാത്രമല്ല, പ്രചരണത്തിലും നമ്മൾ നോക്കിയാൽ കൃത്യമായി വയനാട്ടിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഇടതുമുന്നണിയുടെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. നമുക്ക് ആനി രാജയോട് അവസാനവട്ടം ചോദിക്കാം, എങ്ങനെയുണ്ട്, എത്രമാത്രം ആത്മവിശ്വാസം? ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആദ്യ ദിവസം ജനങ്ങൾ എന്നെ എങ്ങനെ സ്വീകരിച്ചു? ആനി രാജയുടെ പ്രതികരണമാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരത്തെ നേരിടുന്നത് എന്ന് ആനി രാജ ആവർത്തിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ ഇത്ര വലിയ വമ്പിച്ച ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതേപ്പറ്റി CPM അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി വിശദീകരിച്ചത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വരുന്നു എന്ന് നിഷ്കളങ്കരായ വോട്ടർമാർ വിശ്വസിച്ചു എന്നാണ്. ഇത്തവണ ആ സാഹചര്യമല്ല എന്നും അവർ പറയുന്നു. എന്ന് മാത്രമല്ല, BJP ആയാലും CPM ആയാലും രാഹുൽ ഗാന്ധിയെ കാണുന്നത് MP എന്ന നിലയിൽ മാത്രമാണ്. MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയാണ് ചോദ്യം ചെയ്യുന്നതും. ആനി രാജയുടെ പ്രതികരണത്തിലേക്ക് അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നു എന്നുള്ള വലിയ ആശ്വാസവും അവരിൽ ഒരുപാട് പേർ പ്രകടിപ്പിച്ചു. അവർ വലിയ സന്തോഷത്തിലാണ്. അവർ സന്തോഷത്തിലാകുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും സന്തോഷത്തിലാണ്. ഈ ഒരു പ്രധാന രാഷ്ട്രീയമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന നേതാവ് BJP-ക്കെതിരെ മത്സരിക്കാതെ വയനാട്ടിൽ വന്ന് ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു പ്രധാന നേതാവായ അങ്ങയോട് മത്സരിക്കുന്ന ഒരു വനിതാ നേതാവിനോട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യം നേരത്തെ ഉന്നയിച്ചതാണ്. ഈ രാഷ്ട്രീയത്തിന് രാഹുൽ ഗാന്ധി ഇവിടെ മറുപടി പറയണ്ടേ? രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത്, കോൺഗ്രസ് മറുപടി പറയേണ്ടത് ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസിനെ സംബന്ധിച്ച ആരാണ് എന്നുള്ളതാണ്. അതിൻ്റെ മറുപടിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകേണ്ടത്. താങ്ക് യു വേണു. കൃത്യമായി തന്നെയുള്ള രാഷ്ട്രീയമാണ് വയനാട്ടിൽ പറയുന്നത് ആനി രാജ. ഒരുപക്ഷെ തുടക്കത്തിൽ പ്രചരണത്തിന് ആദ്യം എത്തിയ സമയത്ത് പ്രതികരിച്ചതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ ഉള്ളത് എന്നുള്ളതും വ്യക്തമാണ്, പ്രകടമാണ്. വേണു, ദീപക്, അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട നിലപാടിലുള്ള ഇരട്ടത്താപ്പ് അത് തന്നെ ഊന്നിക്കൊണ്ട് പ്രചാരണം, അങ്ങനെയാണ് ആനി രാജ നൽകുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണോ? വേണു, അത് തന്നെയാണ്. കാരണം ഇതിൽ കൃത്യമായി പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന നേതാവിന്, കോൺഗ്രസിന് ആരാണ് മുഖ്യശത്രു, അത് പറയാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആനി രാജ നമ്മളോട് പറയുന്നത്. ഇത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്തുകൊണ്ട് BJP-ക്കെതിരെ മത്സരിക്കാതെ കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഘടകകക്ഷിയിൽ മണിപ്പൂരിൽ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഒരു വനിതാ നേതാവിനെതിരെ എന്തിന് മത്സരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും ചോദിച്ചു.
ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് സ്ഥാനാർത്ഥി ആനി രാജയും ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ശരി, ആനി രാജയാണ് 24-നോട് പ്രതികരിച്ചത്. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന മിനുക്കുപണികളിലാണ് LDF നേതൃത്വവും ആനി രാജയും. അതിന് തൊട്ടു മുൻപാണ് ഒരിക്കൽ കൂടി ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾ ആനി രാജ നൽകിയത്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ആണ് വയനാട്ടിൽ നടക്കുക എന്നാണ് ആനി രാജ പറയുന്നത്.